ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയാണ്. വിവാഹസമയത്ത് പുരുഷന്മാർ സ്ത്രീധനം വാങ്ങിക്കുന്നതും ഡിവോഴ്സിന് ശേഷം സ്ത്രീകൾ ജീവനാംശം വാങ്ങിക്കുന്നതും ഒക്കെ ഈ നാട്ടിൽ കണ്ടുവരുന്ന രീതിയാണ്. ഇവിടെ നമ്മുടെ നായകനും ഇതുപോലൊരു പണി കിട്ടുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 10 ദിവസത്തിനുള്ളിൽ അവന്റെ ഭാര്യ അവനെ വിട്ടിട്ട് പോവുകയാണ്. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അപ്പൊ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ സഹദേവൻ നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ്. സഹദേവന്റെ വീട്ടുകാർ സ്ത്രീധനമൊന്നും തന്നെ ചോദിച്ചില്ലെങ്കിലും നയനയുടെ വീട്ടുകാര് അവൾക്ക് 100 പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിവാഹം കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിയെ വിളിച്ചിട്ട് സഹദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. സഹദേവൻ സഹകരണ സംഘത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു. സിയെ വന്നു കഴിഞ്ഞ് അവനോട് സംസാരിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവന്റെ വൈഫ് നയന അവനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നെന്ന്. അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണ്ണമെല്ലാം ഇവൻ അവൾക്ക് കൊടുക്കാതെ വച്ചിരിക്കുകയാണെന്നും അവളെ ഉപദ്രവിച്ചുവെന്നും അവളുടെ മുടി മുറിച്ചുവെന്നും ഗാർഹിക പീഡനത്തിന് അവനും അവന്റെ വീട്ടുകാരും അവളെ ഇരയാക്കിയെന്നും പറഞ്ഞിട്ടായിരുന്നു ആ കംപ്ലൈന്റ് ഉള്ളത്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. നടന്ന വിവരങ്ങൾ സഹദേവൻ സിഐയോട് പറയുന്നു. വിവാഹം കഴിഞ്ഞ് രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമയത്ത് നയനയുടെ വീട്ടുകാർ സഹദേവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ ഇത്രയും സ്വർണം വാങ്ങിയതിന് തെളിവായിട്ട് ഈ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്ന്. എന്നാൽ താൻ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് അവൻ പറയുമ്പോ എന്നാൽ ഇക്കാലത്ത് ഇങ്ങനൊരു ഉറപ്പിരിക്കുന്നത് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. സഹദേവൻ അതിനൊന്നും തന്നെ മടിച്ചില്ല. അവർ പറഞ്ഞ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. വിവാഹശേഷം സഹദേവന്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ സഹദേവന്റെ പെങ്ങൾക്ക് നയന ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്മയ്ക്കൊരു വളയും. ഇതെല്ലാം തന്നെ നയനയുടെ വീട്ടുകാർ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. കല്യാണത്തിന് വാങ്ങിയ കുറച്ച് പാൽ അധികം ഇരിക്കുന്ന കാരണം സഹദേവനോട് അച്ഛൻ പറയുന്നുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് വാങ്ങിയിട്ട് വരാൻ. എന്നാൽ അവൻ ആ സമയത്ത് പുറത്തിറങ്ങാൻ വയ്യാത്തത് കാരണം അവനാകട്ടെ അജയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒഴിക്കാൻ ഒരു 4-5 പാക്കറ്റ് തൈര് വാങ്ങിയിട്ട് വരണമെന്ന്. എന്നാൽ സഹദേവൻ പറഞ്ഞത് അജയൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. 4-5 പാക്കറ്റ് എന്ന് ഒറയുന്നു മാത്രമാണ് അജയൻ കേട്ടത്. അവൻ തെറ്റിദ്ധരിച്ചിട്ട് 4-5 പാക്കറ്റ് കോണ്ട വാങ്ങിക്കൊണ്ടുവരുന്നു. അത് മറ്റൊരു കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തിട്ട് റൂമിലേക്ക് വെക്കാനും പറയുന്നു. തൈര് പാക്കറ്റ് ഇവന്മാർ ഇവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ട് സഹദേവൻ അതെടുത്ത് തുറന്നതും അതിൽ നിന്നും കോണ്ടോ എല്ലാം കൂടെ താഴെ വീഴുന്നു. അത് കണ്ടതോടെ നയനെ ഒന്ന് പേടിച്ചു. ഇയാളത് രണ്ടും കൽപ്പിച്ചാണല്ലോ എന്നാണ് അവള് വിചാരിക്കുന്നത്. എന്നാൽ നയനയുടെ മുമ്പിൽ വെച്ചിട്ട് കോണ്ടോ എല്ലാം കൂടെ താഴെ വീണത് കാരണം സഹദേവനും ആകെ ചമ്മലായിരുന്നു. നയന പെട്ടെന്ന് സഹദേവനോട് പറയുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണമെന്ന്. അങ്ങനെ അവള് പെട്ടെന്ന് കിടന്നുറങ്ങി. സഹദേവൻ ആകെ ചമ്മല് കാരണം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞ് സി അവനോട് പറയുന്നുണ്ട് ഈ പരാതിയില് നീ നയനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റൽ കാണിച്ചതിന്റെ ഒരു ബില്ലും ഉണ്ട്. തൃശ്ശൂര് വീടുള്ള ഞാൻ എന്റെ വീട്ടിൽ വെച്ച് നയനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ പോയി ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സഹദേവൻ പറയുന്നത്. ഇടുക്കി ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയതിന്റെ രേഖകളായിരുന്നു. അവളുടെ വീട് അവിടെയാണ്. അതിനുശേഷം സഹദേവൻ വീണ്ടും നടന്ന കാര്യങ്ങൾ പറയുന്നു. വിവാഹം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടായിരുന്നില്ല. സഹദേവന്റെ കൂട്ടുകാര് അവന് പല ഉപദേശങ്ങളും കൊടുക്കുന്നു. അങ്ങനെ അവൻ അന്ന് രാത്രിയെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ വീട്ടിലേക്ക് എത്തി. നയനോട് താൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ആഹാരവും കഴിക്കുന്നു. എന്നിട്ട് അവൻ ബെഡ്റൂമിലേക്ക് വന്നിട്ട് സ്പ്രേ ഒക്കെ അടിക്കുന്ന കണ്ടപ്പോ തന്നെ നയനയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടി. അവള് പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നുണ്ട് നമുക്ക് അന്താക്ഷരി കളിക്കാമെന്ന്. ആ സമയത്ത് അവൻ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. തന്റെ മസിൽ പിടുത്തമൊക്കെ ഒന്ന് വിട്ടിട്ട് അവളോട് കൂളായിട്ട് സംസാരിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കാരണം എന്നാ പിന്നെ അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങി. അവന്റെ വീട്ടുകാർ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു അവൻ ഇങ്ങനെ കിടന്ന് പാടുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവന് ചെറിയ രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. ആ സമയം നോക്കി നയനയാകട്ടെ ഒരു താരാട്ട് പാട്ടങ്ങ് പാടുന്നു. അത് കേട്ട് കേട്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങി. ആ തക്കം നോക്കി അവള് കിടന്നുറങ്ങുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞ് അവൻ ഉണരുമ്പോ അവൻ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവളാകട്ടെ നല്ല ഉറക്കവും. ഇന്നും ഒന്നും നടന്നില്ല. എന്നാ പിന്നെ നാളെ നോക്കാമെന്ന് അവനും കരുതി. പിറ്റേന്ന് അവർ രണ്ടുപേരും നയനയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തി അവനൊന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ നയനയുടെ അച്ഛനാകട്ടെ ഒരു പെഗടിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കുകയും അവൻ കൂടെ ചെല്ലുകയും അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നില്ല അവൻ. വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ അവൻ മദ്യപിക്കുമായിരുന്നു. എന്നാൽ അത് അവന്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല. ആ രീതിയിലായിരുന്നു അവൻ കഴിച്ചിരുന്നത്. ഇന്ന് നയനയുടെ വീട്ടിലിരുന്ന് അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് മുകളിലെ ബെഡ്റൂമിലായിരുന്നു. പെട്ടെന്ന് അവളുടെ ഒരു നിലവിളി കേട്ടിട്ടാണ് ഇവർ ഓടിച്ചെല്ലുന്നത്. അവൾ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. കാല് തന്നെ മറ്റോ വീണതായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് കുറച്ച് ക്ഷീണമുണ്ട് എന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനർത്ഥം ശാരീരിക ബന്ധത്തിലൊന്നും തൽക്കാലം ഏർപ്പെടാൻ നിൽക്കണ്ട എന്തായിരുന്നു. നയനയുടെ അച്ഛനാകട്ടെ സഹദേവനെ നിർബന്ധിക്കുന്നുണ്ട് അവിടെ അടുത്തൊരു ഏലത്തോട്ടം വിൽക്കാനുണ്ട് അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവന്റെ കയ്യിൽ കാശില്ലാന്ന് പറയുമ്പോൾ സ്ത്രീധനമായിട്ട് തന്ന സ്വർണം വെച്ചിട്ട് വാങ്ങിയാൽ മതിയെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ നിർബന്ധം കാരണം അയാളുടെ ബ്രോക്കറിന്റെ കൂടെ സഹദേവൻ പോയി ആ സ്ഥലം കാണുമ്പോൾ അതാകട്ടെ ഒരു കൊക്കയായിരുന്നു. നിരപ്പായ ഒരു സ്ഥലമായിരുന്നില്ല. അത് വാങ്ങിയിട്ട് തനിക്കെന്തിനാണെന്ന് ചോദിച്ചിട്ട് സഹദേവൻ തിരിച്ച് അവിടെ നിന്നും പോയി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ കൂട്ടുകാർ പിന്നെ അവനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടന്നുവെന്ന്. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ അവര് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന്. സഹദേവന് സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഇവര് ചോദിക്കുന്നത്. തനിക്കൊരു പ്രശ്നമില്ല എന്ന് അവൻ പറയുന്നു. കൂട്ടുകാർ അവനെ കളിയാക്കിയത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്തായാലും നേരെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നയനെ
നയനയാകട്ടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്റെ മുടി വെട്ടിയത് അവന് കാണിച്ചു കൊടുക്കുന്നു. അവളുടെ നീളമുള്ള മുടിയെല്ലാം വെട്ടി അവൾ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ട് ഇത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ തന്റെ അമ്മയോട് ചോദിച്ചിട്ടാ ചെയ്തതെന്ന് അവള് പറയുന്നു. എന്തെങ്കിലും ആകട്ടെ എന്ന് അവനും കരുതി. പക്ഷെ അവള് വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് സുഹാന ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നെതർലൻഡിലേക്ക് പോവുകയാണ്. 2 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുമെന്നാണ് അവള് പറഞ്ഞത്. എനിക്കും അവളുടെ കൂടെ പോകണമെന്ന് നയന പറയുന്നു. എന്നാൽ അതിനൊക്കെ ലക്ഷങ്ങൾ ചെലവാവും, എന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലാന്ന് സഹദേവൻ പറയുമ്പോൾ അവള് പറയുന്നുണ്ട് എന്റെ ഗോൾഡ് ഇല്ലേ അത് വിറ്റിട്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന്. എന്നാൽ അതൊന്നും നടക്കില്ല, ആദ്യം നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാം, അത് കഴിഞ്ഞ് മതി ബാക്കി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ തള്ളി മാറ്റുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നീ കല്യാണത്തിന് മുമ്പ് പറയാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് നെതർലൻഡിൽ പോകുന്ന ഓഫർ അപ്പോഴില്ലായിരുന്നു, ഇപ്പോഴാ കിട്ടിയതെന്ന്. നേരത്തെ പറയാത്തോണ്ട് ഇതിനി നടക്കാനും പോകുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ അവള് വല്ലാതെ വയലന്റായി സാധനങ്ങളെല്ലാം എറിഞ്ഞുടിക്കുന്നു. എന്നിട്ട് സ്വന്തം തല കൊണ്ടുപോയി കണ്ണാടിയിൽ ഇടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് സി ഐ ചോദിക്കുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട് അന്ന് രാത്രി അവൾ അച്ഛന്റെ അമ്മയുടെയൊക്കെ മുന്നിൽ നല്ലപോലെ അഭിനയിച്ചു എന്ന്. അവരുടെയൊക്കെ മുന്നിൽ താൻ തെറ്റുകാരനുമായി. പിന്നീട് 3-4 ദിവസം ഇവർ രണ്ടുപേരും 2 മുറിയിലായിട്ട് കടന്നു. പിന്നീട് ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയെന്നാണ് അറിഞ്ഞത്. അവള് പോയിട്ട് 6 ദിവസമായി, ഒരു തവണ പോലും ഫോണിൽ വിളിച്ചിട്ടില്ല. എന്നാൽ സി എ പറയുന്നുണ്ട് സത്യം ഇതൊക്കെയായിരിക്കും, പക്ഷേ നിങ്ങളുടെ വൈഫ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഗാർഹിക പീഡനത്തിന്റെ പേരും പറഞ്ഞിട്ട് അവൾ വെറുതെ അവിടെ അഡ്മിറ്റ് ആയി കിടക്കുകയാണെന്ന് സി എക്കും അറിയായിരുന്നു. സെക്ഷൻ 498A ആയിരുന്നു ചുമത്തിയിരിക്കുന്നത്. തൽക്കാലം നീ അവരുടെ സ്വർണ്ണം അങ്ങ് തിരിച്ചു കൊടുക്കാനാണ് സഹദേവനോട് സി എ പറയുന്നത്. സഹദേവൻ അവിടെ റൈറ്ററിനോട് പറയുന്നുണ്ട് താൻ 24-ാം തീയതി അവളുടെ സ്വർണ്ണം തിരിച്ചു കൊടുത്തോളാമെന്ന്. പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്യാതെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതിന്റെ വിഷമമായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ. അവൻ കരഞ്ഞുകൊണ്ട് കൂട്ടുകാരോടൊത്ത് പോകുന്നു. പിന്നീട് നയനയുടെ കയ്യിൽ നിന്നും കിട്ടിയ സ്വർണ്ണം എല്ലാം തന്നെ അവളുടെ വീട്ടുകാർക്ക് തന്നെ അളന്നു തൂക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. മുഴുവൻ സ്വർണവും അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അവനെതിരെ പോലീസ് കേസൊക്കെ കിടക്കുന്ന കാരണം അവന്റെ ടെമ്പററി ജോലി മിക്കവാറും നഷ്ടപ്പെടുമെന്നും അത് സ്ഥിരമാക്കുന്ന കാര്യത്തില് പ്രശ്നം ഉണ്ടാകുമെന്നും മാനേജർ പറയുന്നുണ്ട്. മാനേജറിന് അവനോട് കുറച്ച് സ്നേഹമുള്ളത് കൊണ്ട് മാക്സിമം അത് സ്ഥിരമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ മാരേജ് നടത്തി കൊടുത്ത ബ്യൂറോയിലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ 25,000 രൂപ കൂടി അവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് അവന് കോടതിയിൽ നിന്ന് നോട്ടീസ് വരുന്നത്. നയന അവനെതിരെ 3 കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പോലീസ് സ്റ്റേഷനിലും കുടുംബ കോടതിയിലും സാധാ കോടതിയിലും. അവൻ റെക്സ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കണ്ടിട്ട് ആ കേസിന്റെ കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കുന്നു. ഫാമിലി കോർട്ടില് ഡിവോഴ്സ് ആയിരുന്നില്ല അവൾ ഫയൽ ചെയ്തിരുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. ഹസ്ബൻഡും വീട്ടുകാരും അവളെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും മർദ്ദിച്ചുവെന്നൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷനിൽ അവൾ കൊടുത്ത പരാതിയുടെ കോപ്പിയെല്ലാം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ജൂനിയറിനോടാണ് റെക്സ് പറയുന്നത്. ജൂനിയർ വക്കീലിന്റെ പേര് അനില എന്നായിരുന്നു. അവളുടെ അടുത്ത് പോയിരുന്ന സഹദേവൻ സംസാരിക്കുമ്പോൾ അവൾക്ക് കുറച്ച് അഹങ്കാരമുള്ള പോലെ അവന് തോന്നുന്നു. കോടതിയുടെ അടുത്ത് തന്നെ ചായക്കട നടത്തുന്ന 2 ദമ്പതിമാരുണ്ടായിരുന്നു. അവിടെ ചായ ഒടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അജയൻ സഹദേവനോട് അവരുടെ ഇഷ്യൂവിനെ പറ്റി പറയുന്നു. ഇവർക്ക് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞ് അവന് കുഞ്ഞ് ജനിച്ചതറിഞ്ഞിട്ട് അവൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാ. ആ സമയത്ത് ആക്സിഡന്റ് ആയി മരിച്ചു. അവന്റെ വൈഫാകട്ടെ അവന് കൊടുക്കേണ്ട സ്വത്തുക്കളെല്ലാം തന്നെ അവളുടെ പേരിൽ എഴുതി വാങ്ങിച്ചു. ഇത്രയും കിട്ടിയിട്ടും ഇനി ഇവർക്ക് ആകെയുള്ള കുറച്ച് സ്ഥലവും വീടും കൂടി അവളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നാണ് അവൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ പോയാൽ ഇവർ പെരുവഴിയിലാകും. ഒരു മനസാക്ഷിയില്ലാത്ത മരുമകളായിരുന്നു ഇവരുടേത്. ഇതൊക്കെ കേട്ട് സങ്കടത്തോടു കൂടി സഹദേവൻ വീട്ടിലെത്തുമ്പോഴാകട്ടെ അവന്റെ വീട്ടുകാർ കഥയില്ലാത്ത ജീവിതം എന്ന് പറയുന്ന പരിപാടി കാണുന്നു. നമുക്ക് നമ്മുടെ പ്രശ്നമായിട്ട് ഈ പരിപാടിയിൽ പോയാലോ എന്ന് അവര് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലേ എന്ന്. അടുത്ത ദിവസം അവൻ കോടതിയിലെത്തുമ്പോൾ അവിടെ വെച്ച് പീറ്റർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. അയാൾ സ്വന്തം വൈഫുമായിട്ടുള്ള ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. അയാളുടെ കുഞ്ഞ് അയാളുടെ വൈഫിന്റെ കൂടെയാണ്. കുഞ്ഞിനെ കാണാനോ അതിനോട് സംസാരിക്കാനോ ഒന്നും തന്നെ അയാളുടെ വൈഫ് അനുവദിക്കില്ലായിരുന്നു. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കോടതിയിൽ വെച്ചൊക്കെയാണ് ഇടയ്ക്ക് അയാൾ തന്റെ കുഞ്ഞിനെ കാണുന്നത്. കുട്ടിയുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ കോടതിയിലെത്തുമ്പോൾ അയാളുടെ മകൾ അയാളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. അത് ഇഷ്ടപ്പെടാതെ അയാളുടെ ഭാര്യയാകട്ടെ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും തന്റെ കൈ മാറ്റി. അമ്മ പിണങ്ങുന്നു കണ്ടപ്പോൾ അച്ഛന്റെ കൈ വിട്ടിട്ട് ആ കുട്ടി വീണ്ടും അമ്മയുടെ കൈ തന്നെ പിടിക്കുന്നു. പീറ്ററിന്റെ വൈഫിന്റെ വക്കീല് വാദിക്കുന്നത് കുഞ്ഞിന്റെ സേഫ്റ്റി അമ്മയുടെ കൂടെയാണെന്നും അച്ഛന് ഭ്രാന്തുണ്ടെന്നുമാണ്. എന്നാൽ പീറ്ററിന് മാനസിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കോടതിയോട് ഇവർ കള്ളം പറയുകയായിരുന്നു. അതിന്റെ തെളിവുകൾ കാണിക്കാൻ പറ്റാത്ത കാരണം കോടതി എന്തായാലും അവരോട് പറയുന്നുണ്ട് തൽക്കാലം 1 മണിക്കൂറത്തേക്ക് കുട്ടിയെ അയാളുടെ അടുത്തേക്ക് വിടാൻ. സന്തോഷത്തോടെ ആ കാര്യം വന്ന് അയാൾ സഹദേവനോട് പറയുന്നു. അടുത്തത് സഹദേവന്റെ കേസായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ കഷ്ടി 10 ദിവസത്തിന് മേലെ മാത്രമേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. വാദം എന്തായാലും പിന്നീട് തുടങ്ങാം. തൽക്കാലം രണ്ടുപേരും കൗൺസിലിംഗിന് പോകട്ടെ എന്നാണ് ജഡ്ജി പറയുന്നത്. ഇവിടെ പീറ്റർ തന്റെ മകളെ കാണാൻ ചെല്ലുമ്പോൾ ആ കുട്ടിയാകട്ടെ അയാളെ കണ്ട് പേടിക്കുന്നു. അത്രയും നേരം കുട്ടി സന്തോഷത്തോടെ നിന്നതാണ്. അയാളുടെ അടുത്തേക്ക് കുട്ടിയെ വിടാൻ ജഡ്ജി പറഞ്ഞ നിമിഷം മുതൽ അയാളുടെ വൈഫാകട്ടെ കുട്ടിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അതിനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അച്ഛന് ഭ്രാന്താണെന്നും അച്ഛനെ ഉപദ്രവിക്കുമെന്നൊക്കെ ആ കുട്ടി പറയുന്നു. ഇതെല്ലാം കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി പീറ്റർ ആകട്ടെ സഹദേവനോട് പറയുന്നുണ്ട് രണ്ടുപേര് ഒരുമിച്ച് ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പിരിയുന്നതാ നല്ലത്. ഒരു കുട്ടിയായി കഴിഞ്ഞ് പിരിയാൻ നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ആലോചിച്ച് ഒരുപാട് വിഷമിക്കേണ്ടി വരും. അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കൊതിക്കേണ്ടി വരും. ഡിവോഴ്സിന്റെ സമയത്ത് ഒരു കുട്ടിയുണ്ടെങ്കിൽ
ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആ കുട്ടി തന്നെയാണ്, അല്ലാതെ അച്ഛനും അമ്മയല്ല. കൗൺസിലിംഗിന് വന്നിരിക്കുമ്പോ ഇവിടെ നയന പറയുന്നത് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് മദ്യപാനവും പുകവലിയും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ ആലോചന വന്നപ്പോ ഇയാളുടെ പെങ്ങളെ വിളിച്ചന്വേഷിച്ചപ്പോ ഇയാൾക്ക് ഇങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. പക്ഷെ ഇയാൾ നല്ലപോലെ മദ്യപിക്കും. എന്നാൽ സഹദേവൻ പറയുന്നുണ്ട് താൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളല്ല എന്ന്. വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒന്ന് കൂടാറുണ്ട്, അതും ഓവറായിട്ട് ഞാൻ കഴിക്കാറില്ല. എന്റെ വീട്ടുകാർക്ക് പോലും അത് മനസ്സിലാകാറില്ല. അവളുടെ അച്ഛനെ മദ്യപിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ആ ടൈമിൽ അച്ഛന്റെ കൂടെ ഇരുന്ന് അടിച്ചതുമാണ്, അതിന് അവൾക്ക് പ്രശ്നമില്ല. എന്നാൽ അത് വീട്ടിലിരുന്ന് അടിക്കുന്നതല്ലേ, പുറത്തുനിന്ന് കുടിച്ചിട്ട് വരുന്നത് തനിക്കിഷ്ടമല്ല എന്നാണ് അവള് പറയുന്നത്. കൂടാതെ 100 പവന്റെ സ്വർണ്ണമായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നത്, അവർ വീണ്ടും വീണ്ടും കാശ് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് നയന പറയുന്നത്. കൂടാതെ ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്നെ തൃപ്തിപ്പെടുത്താനും ഇയാൾക്ക് സാധിച്ചിട്ടില്ല എന്ന് അവള് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഇയാൾക്ക് വലിയ ധാരണയില്ല. ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇത് യുദ്ധമൊന്നും അല്ലല്ലോ. എങ്ങനെയൊക്കെ ഇവള് പറയുന്നത് കേട്ടപ്പോൾ സഹദേവൻ പറയുന്നുണ്ട് ഇവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന്. കല്യാണ സമയത്ത് ഇട്ടുകൊണ്ടുവന്ന സ്വർണ്ണം എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരിച്ചു കൊടുത്തു. പിന്നൊരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അതിന് സ്ത്രീയും കൂടെ സഹകരിക്കണം. ഓരോ തവണ അടുത്തടുത്ത് ചെല്ലുമ്പോഴും അവൾ എന്തെങ്കിലുമൊക്കെ തടസ്സം പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. ഒന്ന് തൊടാൻ പോലും ഇതുവരെ അവൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഇവർക്കിടയിൽ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്ന് കൗൺസിലറിന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൊണ്ട് അവളെ ചെക്ക് ചെയ്യാനാണ് സഹദേവൻ പറയുന്നത്. അപ്പൊ താൻ പറഞ്ഞത് വിശ്വാസമാകില്ലേ എന്നും അയാൾ ചോദിക്കുന്നു. അത് കേട്ടിട്ട് കൗൺസിലർ അവളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇയാളുടെ മദ്യപാനവും പുകവലിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ അയാളുടെ പ്രശ്നമെന്ന്. നയന അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. അവള് കുറച്ച് ടെൻഷനിലായിരുന്നു. തൽക്കാലം അടുത്ത സെക്ഷനിൽ കാണാമെന്ന് പറഞ്ഞിട്ട് കൗൺസിലർ അവരോട് പോകാൻ പറയുന്നു. പിന്നീട് കാണിക്കുന്ന സഹദേവന്റെ കൂട്ടുകാരൻ പെണ്ണ് കാണാൻ പോകുന്നതാണ്. എന്നാൽ അവിടെ വെച്ച് ആ പെണ്ണാകട്ടെ ഒരുപാട് ഡിമാൻഡ്സ് ആണ് അവനോട് പറയുന്നത്. അവരൊരു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അവളുടെ അച്ഛന് പ്രത്യേകിച്ച് ജോലിയില്ല. എന്നാൽ ആംബുലൻസ് ഡ്രൈവറായ ഇവനോട് ചോദിക്കുന്നുണ്ട് അവന്റെ വീട് സ്വന്തമാണോ അത് അവന്റെ പേരിലാണോ എന്ന്. അച്ഛന്റെ പേരിലാണെന്ന് പറയുമ്പോൾ അച്ഛൻ എത്ര വയസ്സുണ്ടെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. 64 വയസ്സായെന്ന് പറയുമ്പോൾ അച്ഛൻ വല്ല പണിക്കും പോകുമെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട് തന്റെ അച്ഛൻ വല്ല പണിക്കും പോകുന്നുണ്ടോ എന്ന്. വെറുതെ ഇവിടെ ഇരിക്കുവില്ലയോ, സ്വന്തമായിട്ട് വീടും ഇല്ല, ഒരു പണിക്കും പോകുന്നില്ല, എന്നിട്ട് കെട്ടുന്ന ചെക്കന് വീടും വേണം, ആ സ്വത്തെല്ലാം അവന്റെ പേരിലായിരിക്കും വേണം, നല്ല ശമ്പളം അവന് വേണം താനും. ഇങ്ങോട്ട് ഡിമാൻഡിന് ഒരു കുറവുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കുടിച്ച ചായയുടെയും പലഹാരത്തിന്റെയും കാശ് കൂടി അവർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ റെക്സ് വക്കീലിന്റെ അടുത്ത് ആ തട്ടുകടയിലെ ഇക്ക വരുന്നുണ്ട്. അയാളുടെ മരുമകളുമായിട്ട് കോംപ്രമൈസിന് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ ഒരു കോംപ്രമൈസിന് തയ്യാറായില്ല. സ്വത്ത് മുഴുവൻ അവൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഓൾറെഡി തന്നെ ഒരുപാട് കാശ് ഇവർ കഷ്ടപ്പെട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ബാക്കിയുള്ള ഇവരുടെ ചെറിയൊരു വീടും കൂടി അവൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് വക്കീല് പറയുമ്പോൾ ആ പെൺകുട്ടി അതിന് സമ്മതിക്കുന്നില്ല. ഒരു രീതിയിലുള്ള മാനസിക പരിഗണനയും മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടുകാരോട് അവൾ കാണിക്കുന്നുമില്ല. ആ കുഞ്ഞിനു വേണ്ടിയിട്ട് അയാൾ കൊണ്ടുവന്ന സാധനങ്ങൾ പോലും അയാളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിക്കുന്നു. അതവളുടെ കയ്യിലേക്ക് വീണ്ടും എടുത്ത് വെച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ കയ്യിൽ കയറി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ബഹളം ഉണ്ടാക്കുകയും ആൾക്കാർ കൂടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ഓടി വന്ന സഹദേവൻ തൽക്കാലം അവരോടെല്ലാം തന്നെ അവിടെ നിന്നും പോകാൻ പറഞ്ഞു. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അയാൾ സഹദേവനോട് സംസാരിക്കുന്നത്. ഒന്നുമില്ലാതെയാ എല്ലാ ആൾക്കാരും ഈ ലോകത്തേക്ക് വരുന്നത്. പോകുമ്പോഴും ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം അവൾക്കുള്ളതാണ്. ഞങ്ങളുടെ മരണശേഷം അത് കിട്ടിയിട്ട് അവൾക്ക് എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നത്. ഇപ്പൊ ഇത് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്തായാലും ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടും. പിന്നെ അവർക്ക് പോകാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു. കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. ഏകദേശം ആ പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് തന്നെയായിരിക്കും വിധി വരുന്നതെന്നും ഇയാൾക്കറിയാം. പിന്നീട് കാണിക്കുന്നത് 2 ദിവസം കഴിയുമ്പോൾ ആ ഇക്ക മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് സഹദേവൻ അവിടേക്ക് വരുന്നതാണ്. കോടതി വിധി വന്ന കാരണം അയാൾ ആത്മഹത്യ ചെയ്തതാണ്. അയാളുടെ പേരിലായിരുന്നു ആ വീടും സ്ഥലവും. വീടും സ്ഥലത്തിന്റെ പാതിയും മരുമകൾക്ക് കൊടുക്കണമെന്നായിരുന്നു കോടതി വിധി. അത് സഹിക്കാനാകാതെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ആ ഇത്ത ഇപ്പോൾ ഒറ്റയ്ക്കാവുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് സഹദേവൻ ആകെ തകർന്നു നിൽക്കുകയാണ്. പിറ്റേന്ന് അവൻ കോടതിയിലെത്തുമ്പോഴാകട്ടെ അവന്റെ റെക്സ് വക്കീൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ജൂനിയർ അനില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എതിർഭാഗം വക്കീലും അപ്പയർ ചെയ്യില്ല. അതുകൊണ്ട് ഒരു പുതിയ ഡേറ്റ് എടുക്കുന്നതിന് വേണ്ടി മാത്രമല്ലേ, അതിന് ഞാൻ മതിയെന്നാണ് അനില പറയുന്നത്. പക്ഷെ അവളുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ വരികയും അവൾക്ക് കേസ് വാദിക്കേണ്ടി വരികയും ചെയ്യുന്നു. പക്ഷെ വാദം തുടങ്ങിയപ്പോഴേക്കും അവളാകെ ടെൻഷനിലായിട്ടുണ്ടായിരുന്നു. അവൾ ഒന്നും പറയാതെ തന്നെ അവിടെ ഇരിക്കുകയാണ്. എതിർഭാഗം വക്കീല് സഹദേവൻ നായനോട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അവളെ ക്രൂരമായി മർദ്ദിച്ചു എന്നും അവളെ പട്ടിണി കിട്ടുമെന്നൊക്കെ പറയുകയാണ്. അവന്റെ കൈ നീട്ടാൻ പറയുമ്പോൾ അവൻ പേടിച്ചിട്ട് കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്ക് ഇന്ന് രാവിലെ മദ്യം കഴിക്കാത്ത കാരണം ഉണ്ടായ വിറയലാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ശീലങ്ങളില്ലാത്ത ഒരാളെയാണ് തന്റെ കക്ഷി ആഗ്രഹിച്ചതെന്നും പക്ഷെ അതെല്ലാം മറച്ചുവെച്ച് ഇയാളുമായിട്ടുള്ള വിവാഹം നടത്തി കഴിഞ്ഞിട്ട് കിട്ടിയ സ്ത്രീധനം പോരാതെ വീണ്ടും വീണ്ടും ചോദിച്ചു എന്നൊക്കെയാണ് ഈ വക്കീല് പറയുന്നത്. അനിലയാകട്ടെ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ക്രോസ് ചെയ്ത് ഒരു വാദത്തിന് പോലും അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. പലതവണ സഹദേവൻ അവളെ നോക്കിയെങ്കിലും അവൾ പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് സഹദേവന് തോന്നി ഇനി താൻ തന്നെ സംസാരിച്ചെങ്കിലേ പറ്റൂന്ന്. അതുകൊണ്ട് സഹദേവൻ ജഡ്ജിയോട് പറയുന്നുണ്ട് എന്റെ വക്കീലൊന്നും പറയുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിച്ചോട്ടെ എന്ന്. ജഡ്ജിയും അതിന് അനുമതി കൊടുത്തു. ഇറങ്ങിപ്പോയ ഭാര്യയെ ഒരു തവണ പോലും അവൻ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് എന്നോടും എന്റെ വീട്ടുകാരോടും ഒരു വാക്കുപോലും പറയാതെയാണ് അവൾ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയത്. അവൾ സേഫ് ആയിട്ട് എന്തായാലും അവരുടെ കൂടെ വീട്ടിലെത്തിയെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അവളെ ഞാൻ വിളിക്കാത്തതിന് കാരണം പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി അവൾ കേസ് കൊടുത്തതുകൊണ്ടാണ്. അവളെ ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്തുകയാണെങ്കിൽ
എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റല്ലേന്നും അവൻ ചോദിക്കുന്നു. ജഡ്ജിയും പറയുന്നുണ്ട് അത് ശരിയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിക്കേണ്ട കാര്യമല്ലോ എന്ന്. പിന്നെ തന്റെ കൈവറച്ചതിന് കാരണം മദ്യം കിട്ടാത്തത് കൊണ്ടല്ല എന്നും പേടിച്ചിട്ടാണെന്നും അവൻ പറയുന്നു. സ്ത്രീധനം കിട്ടിയെന്ന് പറയുന്ന സ്വർണം ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, അവളുടെ വീട്ടുകാർ അവൾക്ക് ഇട്ടുകൊടുത്തതാണ്. അതെല്ലാം തന്നെ സ്റ്റേഷനിൽ വെച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ത്രീധനം ചോദിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ എതിർഭാഗം വക്കീല് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ സഹദേവൻ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചേനെന്ന്. സ്ത്രീധനം എനിക്ക് തന്നു, ഞാൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കൊടുത്തുവിട്ട അവളുടെ വീട്ടുകാരും കുറ്റക്കാരില്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. പിന്നീട് സഹദേവൻ പറയുന്നുണ്ട് തനിക്കെതിരെ 498 ചുമത്തിയിട്ടുണ്ടെന്ന്. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ താഴെ കുറച്ച് ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് 100ഓളം കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്താലും അതിൽ ഏകദേശം 10-20 മേലെ കേസുകൾ ഫേക്ക് ആണെന്നുള്ള കാര്യം അതിലുണ്ടെന്ന്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ വകുപ്പുകളെല്ലാം തന്നെ പല സ്ത്രീകളും പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെറും 10 ദിവസം മാത്രം എന്റെ കൂടെ താമസിച്ച പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം അവളുടെ വീട്ടിലേക്ക് പോയാലും അവൾക്ക് ജീവനാംശമായിട്ട് പ്രതിമാസം 6000 രൂപ കൊടുക്കണമെന്ന കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ സംരക്ഷണം എന്ന് സഹദേവൻ ചോദിക്കുന്നു. ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് സ്വന്തം മകളെ കാണാൻ കോടതിയിൽ നിന്നും അനുമതി കിട്ടിയിട്ടും മകളെ കാണാൻ പറ്റാതെ ഇവിടെ നിന്നും കരഞ്ഞുകൊണ്ടു പോകേണ്ടി വന്ന പീറ്ററിനെ പറ്റിയും സ്വത്തുക്കളെല്ലാം മരുമകൾ കേസ് നടത്തി സ്വന്തമാക്കിയിട്ട് അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇക്കയെ പറ്റിയും എല്ലാം തന്നെ സഹദേവൻ അവിടെ പറയുന്നു. സീതയിലൂടെ സ്ത്രീയുടെ മഹത്വം രാമായണത്തിൽ പറയുമ്പോഴും അക്കൂട്ടത്തിൽ ദുഷ്ടകളായ പല സ്ത്രീകളും ഉണ്ട്, ശൂർപ്പണഖയെ പോലെ. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും നല്ലവരല്ല എന്നും എല്ലാവരും സത്യസന്ധരല്ല എന്നും സഹദേവൻ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ജഡ്ജിക്കും തോന്നി. തനിക്ക് LLBയിൽ നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് കൂടി അറ്റൻഡ് ചെയ്യാൻ ജഡ്ജി അവരോട് പറയുന്നു. ആദ്യം കൗൺസിലർ നയനയോട് സംസാരിച്ച ശേഷം രണ്ടാമതാണ് സഹദേവനെ വിളിക്കുന്നത്. സഹദേവനോട് കൗൺസിലർ ചോദിക്കുന്നുണ്ട് നയനയ്ക്ക് മറ്റാരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടോ എന്ന്, സഹദേവന് ഡൗട്ട് ഉണ്ടോ എന്ന്. എന്നാൽ തനിക്ക് അറിയത്തില്ല എന്ന് സഹദേവൻ പറയുന്നു. സഹദേവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കൗൺസിലറിന് അറിയാമായിരുന്നു സഹദേവന് ഇപ്പോഴും നയനയോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന്. അവൾക്ക് അഫെയർ ഉണ്ടെന്ന് കൗൺസിലറിന് ഡൗട്ട് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് 10 ദിവസം കൂടി ഉണ്ടായിരുന്നിട്ടും ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന് കാരണം അവൾക്ക് മറ്റാരോടെങ്കിലും ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും നയന തുറന്ന് മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും അഫെയർ ഉണ്ടെങ്കിൽ അടുത്ത കൗൺസിലിംഗിന് ശേഷം ഞാൻ വ്യക്തമായിട്ട് പറയാമെന്നാണ് ആ സ്ത്രീ സഹദേവനോട് പറയുന്നത്. കോടതിയിൽ കേസ് വാദിക്കാൻ വന്ന അനിലയാകട്ടെ മര്യാദയ്ക്ക് കേസ് വാദിക്കാതെ തനിക്ക് തന്നെ ഇത് വാദിക്കേണ്ടി വന്നതിന്റെ ദേഷ്യം സഹദേവന് അവളോടുണ്ടായിരുന്നു. അതിനെപ്പറ്റി റെക്സ് വക്കീലിനോട് അവൻ കംപ്ലൈന്റ് പറയുകയും ചെയ്യുന്നുണ്ട്. തൽക്കാലം അനിലോട് ക്ഷമിക്കാനും ഇപ്പൊ കേസിനെ പറ്റി സംസാരിക്കാമെന്നുമാണ് അയാൾ പറയുന്നത്. ഈ കൗൺസിലർ പറഞ്ഞ പോലെ നയനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അഫെയർ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു തെളിവ് കണ്ടെത്തണമെന്ന് വക്കീൽ അവനോട് പറയുന്നു. നയന പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അവളെ അറിയാവുന്ന പലരും അവളെ കണ്ടിട്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്നാലും നിനക്ക് ഇങ്ങനൊരു ചെറുക്കനെയാണല്ലോ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സഹതാപത്തിൽ സംസാരിക്കുന്നു. പക്ഷെ അവൾ അവിടെ നിന്നൊന്ന് മാറിയതും ഇവളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആയത്, ചിലപ്പോൾ ഇവർക്ക് വേറെന്തെങ്കിലും ബന്ധം കാണുമെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വിഷമം വരുന്നുണ്ട്. നയനയുടെ അഫെയറിനെ പറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയ സഹദേവനാകട്ടെ അവൾ ആദ്യം വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗെല്ലാം തന്നെ പരിശോധിക്കുന്നു. അതിൽ നിന്നും അവനൊരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. നയന ഒരു പയ്യന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസും ഉണ്ട്. ഈ കേസിന്റെയും കാര്യത്തിന്റെയും പുറകെ നടക്കുന്ന കാരണം അവന് കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ ആകട്ടെ അവന്റെ മാനേജർ അവിടെ നിന്നും പോയിട്ട് പുതിയ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഇത്രയും ദിവസത്തെ ലീവെല്ലാം കണ്ടു കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്തായാലും നിന്റെ ജോലി സ്ഥിരമാക്കാൻ പറ്റില്ല, മാത്രമല്ല താൽക്കാലികമായിട്ടും ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ല, നിന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണെന്ന്. അവൻ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവന്റെ ജോലിയും പോയി. എല്ലാം കൊണ്ടും അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹദേവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ സമയം ശരിയല്ല, അതുകൊണ്ട് അമ്പലത്തിൽ പോയി കുറച്ച് പൂജകൾ ചെയ്യണമെന്ന്. അങ്ങനെ അവൻ പൂജയ്ക്കും മറ്റും അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വെച്ചാകട്ടെ അനിലയെ കാണുന്നുണ്ട്. ജൂനിയർ വക്കീലായിട്ട് കിട്ടുന്ന ശമ്പളമൊന്നും ജീവിത ചെലവിന് തികയാത്ത കാരണം അമ്പലത്തിലെ കളമെഴുത്തിനും മറ്റും അവള് വരുമായിരുന്നു. താൻ കാരണം അവനുണ്ടായ ബുദ്ധിമുട്ടിന് അവൾ സോറി പറയുന്നു. അതൊന്നും സാരമില്ലെന്ന് സഹദേവൻ പറയുന്നുണ്ട്. കൂടാതെ നയനയെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ പഠിച്ച സ്ഥലത്തും അവളുടെ വീടിന്റെ ഏരിയയിലും ഒക്കെ പോയി അന്വേഷിക്കാൻ വേണ്ടി സഹദേവൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പാലക്കാടാണ് അവൾ പഠിച്ചത്. അവൻ അങ്ങോട്ട് പോകുന്നെന്ന് മനസ്സിലായപ്പോൾ അല്ല പറയുന്നുണ്ട് എന്നാ പിന്നെ താനും കൂടെ വരാൻ. പഠിച്ച കോളേജിലും ഹോസ്റ്റലിലും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഫെയറിനെ പറ്റിയൊന്നും തന്നെ ആർക്കും അറിയില്ല. പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവർ ബെസ്റ്റ് ഫ്രണ്ടായ സുഹാനയുടെ വീട്ടിൽ പോകുന്നു. സഹദേവനെ കണ്ടപ്പോൾ തന്നെ സുഹാനയ്ക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ എന്തായാലും എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് സുഹാന പറയുന്നു. ഇനിയാണ് നയന എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നതിനുള്ള കാരണം സുഹാന പറയുന്നത്. സുഹാനയുടെ ലൈഫിലും നയനയുടെ ലൈഫിലും ഏകദേശം പ്രശ്നങ്ങളൊക്കെ സെയിം ആയിരുന്നു. ചെറുപ്പം മുതലേ സ്വന്തം അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടാണ് സുഹാന വളർന്നത്. അവൾക്കും പലപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മദ്യപിച്ചെത്തുന്ന അച്ഛന്റെ കയ്യിലെ വഴക്കും തല്ലും എല്ലാം കിട്ടി അവൾക്ക് ആണുങ്ങളോട് വെറുപ്പായി മാറി. ഒരിക്കൽ ദേഷ്യത്തില് അയാൾ അവളുടെ കൈ തന്നെ വെട്ടിക്കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവളുടെ ലൈഫിൽ ആണുങ്ങളെ വേണ്ട എന്നും അവൾ ഒറ്റയ്ക്ക് മതിയെന്നും കരുതി ജീവിക്കുകയായിരുന്നു. സുഹാനയ്ക്ക് സ്വന്തം അച്ഛനിൽ നിന്നാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ നയനയ്ക്ക് സ്വന്തം ഗുരുവിൽ നിന്നായിരുന്നു. ചെറുപ്പത്തിൽ അവളെ പഠിപ്പിച്ച ഏതൊരു സാറിൽ നിന്നും അവൾക്ക് മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം അവൾ ആണുങ്ങളോട് വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും കോളേജിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരുടെ രണ്ടുപേരുടെയും സങ്കടങ്ങൾ ഒന്നാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ആണുങ്ങളോട് വെറുപ്പായത് കാരണം അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പുരുഷന്മാർ
അവർ വേണ്ടാന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. പരസ്പരം ജീവിതാവസാനം വരെ നല്ല സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് പോകാൻ അവർ ആഗ്രഹിച്ചു. ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി സഹദേവൻ അത് കോടതിയിൽ അവതരിപ്പിക്കുകയും നയനയും ഈ സത്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു. അവർക്ക് ഒരുമിച്ച് ഈ നാട്ടിൽ നിന്നും പുറത്തുപോയി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി അവിടെ സെറ്റിൽ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിന് ഒരുപാട് പണം വേണം. ഡയറക്റ്റ് ആയിട്ട് വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വീട്ടുകാർ തരില്ല. ആയിടയ്ക്ക് നയനയ്ക്ക് മാരേജ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് അവൾക്ക് കിട്ടുന്ന സ്വർണ്ണവുമായിട്ട് ഉപരിപഠനത്തിന് പുറത്തേക്ക് പോകാമെന്ന് അവൾ വിചാരിച്ചു. അതുകൊണ്ടാണ് സഹദേവൻ അവളെ തൊടാൻ പോലും അവൾ അനുവദിക്കാതിരുന്നതും ഫേക്കായിട്ടുള്ള കേസുകൾ ഉണ്ടാക്കിയതും. ഈ വിവരങ്ങൾ തന്നോടും നയന പറഞ്ഞിട്ടില്ല എന്ന് നയനയുടെ വക്കീലും പറയുന്നു. ഇതുപോലൊരു കേസ് എടുത്ത് തന്നെ തെറ്റായിപ്പോയി എന്ന് അയാൾ സഹദേവനോട് പറയുന്നു. നയനയുടെ ഭാഗമെല്ലാം കേട്ടിട്ട് സഹദേവൻ പറയുന്നുണ്ട്, ജനിച്ചു വീണ അനുഭവങ്ങളാണ് അവളെ ഇങ്ങനെ ആക്കിയെങ്കിൽ ആ അനുഭവങ്ങളും പേറി അവൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അവൾ പൊരുത്തപ്പെടുന്നതിന് മുൻപ് തന്നെ മുൻവിധിയോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൾ ചെയ്തു തുടങ്ങി. ഒരിക്കൽ അവൾക്കുണ്ടായ അനുഭവം എല്ലാ പുരുഷന്മാരിൽ നിന്നും അവൾക്ക് അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് അവൾ മുൻകൂട്ടി നിശ്ചയിച്ചു. സാഹചര്യങ്ങൾ മാറുമെന്ന് ഒരു തവണ പോലും അവൾ പ്രതീക്ഷിച്ചില്ല. 490 പോലുള്ള നിയമങ്ങൾ ചെക്കന്റെ വീട്ടുകാരുടെ മേൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഇവർ മറന്നുപോകുന്നുവെന്നും സഹദേവൻ പറയുന്നു. സ്ത്രീധനം വാങ്ങുമ്പോൾ തെറ്റാണെന്ന് പറയുന്ന നിയമം വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണം ഇട്ട് വരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. വിവാഹ സമയത്തുണ്ടായിരുന്ന പിതൃസ്വത്ത് കേസ് വരുമ്പോൾ അത് സ്ത്രീധനമായിട്ട് മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നിയമങ്ങളെല്ലാം വളച്ചൊടിക്കും. പല സ്ത്രീകളും സ്ത്രീധനത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് പുരുഷന്റെ ജീവിതത്തിലേക്ക് വരും. അവസാനം ഡിവോഴ്സിന്റെ വക്കിലെത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുകയും ചെയ്യും. വിവാഹശേഷം ഭർത്താവിന്റെ സ്വത്തിന്റെ പാതി സ്ത്രീക്ക് അവകാശപ്പെടാം. പക്ഷെ ഡിവോഴ്സിന് ശേഷം ഭർത്താവിന്റെ സ്വത്തിന്റെ 50% കൂടാതെ അവന്റെ സാലറിയുടെ 25% അവൾക്ക് എല്ലാ മാസവും കൊടുക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നും സഹദേവൻ ചോദിക്കുന്നു. വിവാഹമോചനം ചെയ്ത സ്ത്രീകളുടെ ആത്മഹത്യയേക്കാൾ കൂടുതൽ വിവാഹമോചനം നേടിയ പുരുഷന്മാരുടെ ആത്മഹത്യയാണെന്നാണ് സഹദേവൻ പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാകാൻ മാത്രം പാടില്ല. നയൻ ഇപ്പൊ കാണിച്ച ധൈര്യം കുറച്ചുകൂടി നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ താനും തന്റെ വീട്ടുകാരും വിഷമിക്കില്ലായിരുന്നു. ഇനി എന്തായാലും നയനെ തന്റെ ലൈഫിൽ ആവശ്യമില്ല എന്നും ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് താൻ തയ്യാറാണെന്നും സഹദേവൻ പറയുന്നു. ഇവർക്ക് മ്യൂച്വൽ ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കാനും കോടതി പറയുകയാണ്. അങ്ങനെ കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നമ്മുടെ സഹദേവൻ കാണുന്നത് നമ്മുടെ CI ആകട്ടെ അയാളുടെ വൈഫുമായിട്ട് വഴക്കിട്ട് പോകുന്നതാണ്. സഹദേവന്റെ കേസ് അറിയാതെ CI അയാളുടെ വൈഫിനോട് പറഞ്ഞു. നിയമങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയ അയാളുടെ വൈഫാകട്ടെ അയാൾക്കെതിരെ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ് ഗാർഹിക പീഡനത്തിന്. ഇനി ലൈഫിൽ എന്താ പ്ലാൻ എന്ന് അനില ചോദിക്കുമ്പോൾ സഹദേവൻ പറയുന്നുണ്ട്, ജീവിതം എവിടെ നിന്നാണോ കൈവിട്ടു പോയത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങാൻ പോവുകയാണെന്ന്. പിന്നീട് വീട്ടിലെത്തി അവനാകട്ടെ ഒരു പഴക്കൊല കെട്ടിത്തൂക്കുന്നതാണ് കാണിക്കുന്നത്. കുരുക്ക് നല്ലപോലെ നോക്കിയിട്ടിടണമെന്ന് അവന്റെ അച്ഛൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ കുരുക്കിൽ നിന്നൊക്കെ ഊരിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.